ഹായ് ഫ്രണ്ട്സ്, നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ചെറിയൊരു വീഴ്ചയാണ് വീണത്, എന്നിട്ടും സാറേ ഇത്രയും വലിയൊരു പൊട്ടൽ എനിക്ക് പറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ബോഡി വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ ഒരു 70 കിലോ ഉള്ള ഒരാൾ വീഴുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പരിക്കല്ല ഒരു 80-90 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ വീഴുമ്പോൾ ആ വീഴ്ചയുടെ വെയിറ്റ്, അയാളുടെ വെയിറ്റ് മുഴുവനും ആ ബോഡിയിലേക്ക് വരുന്നതുകൊണ്ടാണ് അത്രയും വലിയ ഫ്രാക്ചർ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, വീഴുമ്പോൾ നമ്മൾ എങ്ങനെ വീഴണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എങ്ങനെ വീഴണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, പക്ഷേ ചിലപ്പോൾ നമുക്കത് തീരുമാനിക്കാൻ പറ്റിയേക്കും. അതെങ്ങനെയാണെന്നൊരു ഉദാഹരണം വെച്ച് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബോഡിയിൽ നമുക്ക് മെക്കാനോസെപ്റ്റസ് അല്ലെങ്കിൽ പ്രൊപ്രിയോസെപ്റ്റീവ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് പോകുന്ന ഞരമ്പുകളിലെ ഫൈബേഴ്സ് ഉണ്ട്. അത് എല്ലാ ജോയിൻറ്റിലും ഉണ്ട്. ആ ജോയിൻറ്റിലുള്ള ആ ഫൈബേഴ്സാണ് നമ്മൾ ബ്രെയിൻ മനസ്സിലാക്കുന്നത്. അത് കൈ എങ്ങനെയായിരിക്കുന്നത്, മടങ്ങിയാണോ നിവർന്നാണോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഫൈബേഴ്സാണത്. അത് ബ്രെയിനിലോട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ബോഡിയിലെ ബാലൻസിങ്ങിനെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും. അതിനെ പ്ലയോമെട്രിക്സ് എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ നോക്കാം. ഞാനിപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുകയാണെന്ന് വെച്ചോളൂ. വെറുതെ ഞാൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് എത്ര നേരം വേണോ നിൽക്കാൻ പറ്റും. പക്ഷേ ഇതേപോലെ ഒറ്റക്കാലിൽ നമ്മളൊരു ബോളിൻ്റെ മുകളിൽ, ഒരു പകുതി ബോളിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മസിൽസും എൻ്റെ ബോഡിയും എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് സെൻസ് ചെയ്യണം. അതെൻ്റെ ബ്രെയിനിൽ സെൻസ് ചെയ്താൽ മാത്രമേ എനിക്കതിൽ കൃത്യമായി നിൽക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ചെരുപ്പ് അഴിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് നേരം കൂടെ നിൽക്കാൻ പറ്റും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റിലുള്ള ഓരോ ജോയിൻസിൻ്റെയും പൊസിഷൻ നമ്മൾ ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണത്. അപ്പോൾ ഇപ്രകാരമുള്ള എക്സർസൈസ്, പ്ലയോമെട്രിക് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീഴ്ച വീണാലും ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് അതിൻ്റെ ഫൈബേഴ്സിൻ്റെ കണക്ഷൻ ആക്ടിവേറ്റ് ആയത് കാരണം നമ്മൾ വീഴ്ച വളരെ ഗുരുതരമായൊരു വീഴ്ചയിൽ എത്താണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്ലയോമെട്രിക്സ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നമ്മളൊരു ACL സർജറി കഴിഞ്ഞാൽ അതിൻ്റെ റീഹാബിലും ഈ എക്സർസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു കോമ്പറ്റേറ്റീവ് അത്ലീറ്റിനായിക്കോട്ടെ ഒരു സാധാരണ ആൾക്കായിക്കോട്ടെ, പ്ലയോമെട്രിക് എക്സർസൈസുകളും ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സർസൈസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക്